ഇന്നേക്ക് 400 വർഷങ്ങൾക്ക് മുൻപ് തിരുവിതാംകൂറിനും കൊച്ചിക്കും നടുവിലായി കോട്ടയത്തിനടുത്ത് തെക്കുംകൂർ എന്ന രാജ്യത്ത് സ്ഥിതി ചെയ്തിരുന്ന പുളിക്കൽ ചെമ്പകശ്ശേരി എന്ന ഇല്ലം. പഴയതും ജീർണിച്ചതുമായ ഒരു ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു ആ ഇല്ലം. അകത്ത് അന്തർജനം നിലവിളക്കിനു മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തുതന്നെ ഉണ്ണി വേദപുസ്തകം തുറന്നു പഠിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ശ്രദ്ധ ദാരിദ്ര്യത്തിൽ നിന്ന് വരുന്ന വിഷാദത്തിലാണ്. വെളിച്ചം മങ്ങി ഇല്ലത്തിനു ചുറ്റും വിശപ്പിൻ്റെ നിഴൽ വീണിരിക്കുന്നു. അന്തർജനം കണ്ണീരോടെ, മകനെ, ഈശ്വരൻ എന്താണ് നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നത്? ഈ ഇല്ലത്തിൻ്റെ പ്രതാപം എവിടേക്കാണ് മാഞ്ഞുപോയത്? ഒരു നേരത്തെ ആഹാരത്തിന് പോലും നാം എത്ര കഷ്ടപ്പെടേണ്ടി വരുന്നു. ഉണ്ണി പുസ്തകമടച്ച് അമ്മയുടെ അടുത്തേക്ക് വന്ന്, അമ്മേ, വിഷമിക്കരുത്. ഈ ദുരിതം എന്നേക്കുമായി ഇവിടെ ഉണ്ടാകില്ല. ഒരു നാൾ ഈ പുളിക്കൽ ചെമ്പകശ്ശേരി ഇല്ലത്തിന് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരികെ കൊണ്ടുവരും. എനിക്കൊരു വഴി കണ്ടെത്താൻ കഴിയും. അന്തർജനം, എൻ്റെ കുഞ്ഞെ, നിനക്കതിന് കഴിയുമോ? നിസ്സഹായരായ നമ്മൾക്ക് എന്തു ചെയ്യാനാകും? ഉണ്ണി കണ്ണുകളിൽ നിശ്ചയദാർഢ്യം. ഇന്ന് നമ്മളെ പരിഹസിക്കുന്നവർ ഒരു നാൾ എൻ്റെ കാൽ കീഴിലാകും. എൻ്റെ മനസ്സ് പറയുന്നു, ആ ദിവസം വിദൂരമല്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുമാരനല്ലൂർ ക്ഷേത്രക്കുളത്തിൽ ചെമ്പകശ്ശേരി ഉണ്ണിയും മറ്റു ചില ഉണ്ണി നമ്പൂതിരിമാരും മാധ്യാഹ്ന കർമ്മങ്ങൾ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അകലെ നിന്നും ആ ദേശക്കാരല്ലാത്ത കുറച്ച് നായർ പടയാളികൾ അവിടേക്ക് കടന്നുവന്നത്. അവരുടെ മുഖത്ത് ക്ഷീണവും നിസ്സഹായതയുമുണ്ട്. കൂട്ടത്തിലൊരുവൻ മറ്റൊരു പടയാളിയോട്, 3 ദിവസമായി ഒരു വറ്റ അന്നം വയറ്റിൽ വീണിട്ട് കാലുകൾ കുഴയുന്നു. എവിടെയെങ്കിലും അല്പം ആഹാരം കിട്ടിയിരുന്നെങ്കിൽ. പടയാളികൾ കുളത്തിനരികിൽ നിൽക്കുന്ന ഉണ്ണി നമ്പൂതിരിമാരുടെ അടുത്തേക്ക് ചെന്നു. പടത്തലവൻ വിനയത്തോടെ, ഞങ്ങൾ കൊച്ചി രാജാവിൻ്റെയും സാമൂതിരിയുടെയും പടയാളികളായിരുന്നു. യുദ്ധത്തിൽ തോറ്റ് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തവരാണ്. 3 ദിവസമായി പട്ടിണിയിലാണ്. ഒരു നേരത്തെ ആഹാരത്തിന് എവിടെയാണ് വഴി? ചില ഉണ്ണി നമ്പൂതിരിമാർ പരിഹസിച്ചു ചിരിക്കുന്നു. ഒരു ഉണ്ണി നമ്പൂതിരി പുച്ഛത്തോടെ, അതാ ആ പുറകിൽ നിൽക്കുന്ന ബ്രഹ്മചാരിയോട് ചോദിച്ചാൽ മതി. അദ്ദേഹത്തിന് ധാരാളം സ്വത്തുണ്ട്, നല്ല ഔദാര്യക്കാരനുമാണ്. അദ്ദേഹം സഹായിക്കാതിരിക്കില്ല. മറ്റൊരു ഉണ്ണി നമ്പൂതിരി ചിരിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഇല്ലം നിറയെ ധനമാണ്. നിങ്ങളെപ്പോലുള്ളവരെ സഹായിക്കാൻ അദ്ദേഹം എപ്പോഴും തയ്യാറാണ്. ഈ പരിഹാസം കേട്ട് ചെമ്പകശ്ശേരി ഉണ്ണിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവനത് പുറത്തു കാണിക്കുന്നില്ല. പടയാളികൾ ഉണ്ണിയുടെ അടുത്തേക്ക് നടന്നു. പടത്തലവൻ ഉണ്ണിയോട്, അവിടുന്ന് ഈ ഉണ്ണി നമ്പൂതിരിമാർ പറഞ്ഞത് സത്യമാണോ? ഞങ്ങളെ സഹായിക്കാൻ അങ്ങേക്ക് കഴിയുമോ? ഞങ്ങൾ വിശന്നു മരിക്കാറായി. ഉണ്ണി ഒരു നിശ്ചയദാർഢ്യത്തോടെ കഴുത്തിൽ കിടന്ന പുലിനഖമാല ഊരി, നിങ്ങൾ വിഷമിക്കരുത്. ഈ മാല എടുത്തോളൂ. ഇത് വിറ്റ് നിങ്ങൾക്ക് അരിയും സാമാനങ്ങളും വാങ്ങി ഭക്ഷണം കഴിക്കാം. വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾ ഇവിടെ എത്തണം. അതിനു മുൻപ് എങ്ങും പോകരുത്. നിങ്ങൾക്ക് ഞാൻ വേറെ മാർഗമുണ്ടാക്കിത്തരാം. പടയാളികൾ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും, അങ്ങയുടെ ഈ ഔദാര്യം ഞങ്ങൾ മറക്കില്ല. പടയാളികൾ മാല വാങ്ങി പോകുന്നത് ഉണ്ണി നോക്കി നിന്നു. അവൻ്റെ മനസ്സിൽ പുതിയ ചിന്തകൾ ഉടലെടുത്തു. സന്ധ്യാസമയം പുളിക്കൽ ചെമ്പകശ്ശേരി ഇല്ലം. അന്തർജനം ആകാംക്ഷയോടെ ഉണ്ണിയെ നോക്കുന്നു. ഉണ്ണി എന്തോ ഗൗരവമായ ചിന്തയിൽ മുഴുകിയിരിക്കുന്നു. അന്തർജനം, മകനെ, നീ ആ പടയാളികൾക്ക് ആ മാല കൊടുത്തോ? നമ്മുടെ കൈവശമുണ്ടായിരുന്ന ഏക വിലപിടിപ്പുള്ള വസ്തുവായിരുന്നു അത്. ഉണ്ണി അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട്, അമ്മേ, വിഷമിക്കരുത്. ആ മാല നഷ്ടപ്പെട്ടത് വെറുതെയാകില്ല. അവർ നമുക്ക് വലിയൊരു വഴി തുറന്നു തരും. എന്തു വഴി? കാത്തിരുന്നു കാണാം. വൈകുന്നേരമാകുമ്പോൾ അവരോട് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ വയറു നിറഞ്ഞ സന്തോഷത്തോടെ പടയാളികൾ തിരികെ വന്നു. അവർ ഉണ്ണിയെ വന്ദിച്ചു. പടത്തലവൻ, അങ്ങയാണ് ഞങ്ങളുടെ അന്നദാതാവ്. ഈ ഇല്ലം ഇത്ര ദാരിദ്ര്യത്തിലാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. ഇനി ഞങ്ങൾ അങ്ങയുടെ ആജ്ഞാപാലകരാണ്. അങ്ങ് എന്ത് കൽപ്പിച്ചാലും ഞങ്ങൾ അനുസരിക്കും. മറ്റാരെയും ഞങ്ങൾ ആശ്രയിക്കില്ല. ഉണ്ണി ചിരിച്ചുകൊണ്ട്, നിങ്ങളുടെ തീരുമാനം എനിക്ക് സന്തോഷം നൽകുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് നിങ്ങളെ ഊട്ടാൻ മാത്രമല്ല, എനിക്ക് സ്വന്തമായി ആഹാരം കഴിക്കാൻ പോലും എൻ്റെ കൈവശം ഒന്നുമില്ല. എനിക്ക് വേണ്ടതുകൂടി നിങ്ങൾ ഉണ്ടാക്കിത്തരേണ്ടതായിട്ടാണ് ഞാൻ പറയുന്നത്. പടത്തലവൻ, എന്താണ് അങ്ങയുടെ കൽപ്പന? ഉണ്ണി, നിങ്ങളെ ഉച്ചയ്ക്ക് എൻ്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ട് പരിഹസിച്ച നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളിൽ കയറി നിങ്ങൾ സർവസ്വവും അപഹരിക്കുക. അവരെല്ലാം ധനികരാണ്. അതിനുശേഷം വേണ്ടത് ഞാൻ പറയാം. പടയാളികൾ പരസ്പരം നോക്കുന്നു. അവരുടെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ തീവ്രത. പടയാളികൾ ഉറക്കെ, കൽപ്പന പോലെ അങ്ങുന്നേ. അവർ ഉണ്ണിയെ വന്ദിച്ച് ആയുധങ്ങളുമായി പുറപ്പെട്ടു. അന്തർജനം ഭയത്തോടെ ഉണ്ണിയെ നോക്കി. മകനെ, നീ എന്താണിത് ചെയ്യുന്നത്? കൊള്ളയും കൊലയും പാപം വരുത്തിവെക്കരുത്. ഉണ്ണി, അമ്മേ, ഇത് പാപമല്ല, നീതിയാണ്. നമ്മളെ അപമാനിച്ചവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടണം. ഈ ദാരിദ്ര്യം എന്നെ ഭരിച്ചാൽ മതിയാകും.
ഇനി ആരെയും എന്നെ പരിഹസിക്കാൻ അനുവദിക്കില്ല. രാത്രിയുടെ മറവിൽ നായർ പടയാളികൾ ഓരോ നമ്പൂതിരി ഇല്ലങ്ങളിലും ഇരച്ചുകയറി. എവിടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും നിലവിളി ഉയരുന്നു. പടയാളികൾ ഒരില്ലത്തിന്റെ വാതിൽ തകർത്തകത്തേക്ക് കയറി. ഗൃഹനാഥനായ നമ്പൂതിരി ഭാര്യയും മക്കളുമായി ഭയന്നു നിൽക്കുന്നു. നമ്പൂതിരിയുടെ ഭാര്യ നിലവിളിച്ചുകൊണ്ട്, "ആരടാ നിങ്ങൾ? എന്തിനാണിവിടെ കയറി വന്നത്? ഞങ്ങളെ ഉപദ്രവിക്കരുത്." പടയാളികൾ ക്രൂരമായ ചിരിയോടെ, "നിങ്ങളെ ഉപദ്രവിക്കാനല്ല, നിങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടാനാണ്. നിങ്ങളുടെ ഔദാര്യശാലിയായ ബ്രഹ്മചാരി പറഞ്ഞിട്ട് വന്നതാണ് ഞങ്ങൾ." നമ്പൂതിരിയുടെ ഭാര്യ, "എന്തൊക്കെയാണീ പറയുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല." മറ്റൊരു പടയാളി പരിഹസിച്ചുകൊണ്ട്, "ഓഹോ, ഉച്ചയ്ക്ക് കുമാരനല്ലൂർ കുളത്തിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും സംഭവിച്ചോ?" നമ്പൂതിരിയുടെ മുഖത്ത് ഭയം നിറയുന്നു. അപ്പോഴയാൾ ഉച്ചയ്ക്ക് തന്റെ മകനും കൂട്ടുകാരും ചേർന്ന് ഒരു ഉണ്ണിയെ പരിഹസിച്ചതോർക്കുന്നു. അപ്പോഴേക്കും പടയാളികൾ സാധനങ്ങൾ കൊള്ളയടിച്ചു തുടങ്ങിയിരുന്നു. എതിർക്കാൻ വന്ന നമ്പൂതിരിമാരിൽ ചിലരെ അവർ കൊല്ലുകയും ചെയ്തു. ശേഷം ചെമ്പകശ്ശേരിയിലെത്തി തങ്ങൾ കൊള്ളയടിച്ച മുതലുകളെല്ലാം ഉണ്ണി നമ്പൂതിരിയെ ഏൽപ്പിച്ചു. മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഉണ്ണി നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ആ നാട്ടിലെ പല ഉന്നതരായ ആളുകളുടെ വീടുകളിലും പടയാളികൾ അക്രമം അഴിച്ചുവിട്ടു. മംഗലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയായിരുന്നു കുമാരനല്ലൂരിലെ ഏറ്റവും വലിയ ധനികൻ. പണ്ട് ഉണ്ണിയുടെ കുടുംബം ദാരിദ്ര്യത്തിലായപ്പോൾ സഹായം ചോദിച്ചു ചെന്ന ഉണ്ണിയുടെ അമ്മയെ പരിഹസിച്ചു പുറത്താക്കിയതും ഉണ്ണിയെ കുളക്കടവിൽ വെച്ച് ഏറ്റവും കൂടുതൽ പരിഹസിച്ചതും ഇദ്ദേഹമായിരുന്നു. ആ പക ഉണ്ണിയുടെ മനസ്സിൽ മായാതെ നിന്നിരുന്നു. മംഗലശ്ശേരി ഇല്ലത്തിന്റെ പടിപ്പുര തകർത്ത് പടയാളികൾ അകത്തേക്ക് ഇരച്ചുകയറി. ആയുധങ്ങളുടെ ശബ്ദവും പടയാളികളുടെ ആക്രോശവും കേട്ട് അന്തേവാസികൾ ഭയവിഹ്വലരായി. പരമേശ്വരൻ നമ്പൂതിരിയുടെ മകൾ ശ്രീദേവിയും അവളുടെ വിശ്വസ്ത തോഴി ഭാർഗവിയും പേടിച്ചു വിറച്ച് അകത്തെ ഒരു മുറിയിൽ ഒളിച്ചിരിക്കുകയാണ്. ഭാർഗവി, "ശ്രീദേവി, എനിക്ക് പേടിയാകുന്നു. പുറത്ത് ചോരപ്പുഴ ഒഴുകുകയാണെന്നാ തോന്നുന്നത്. അവർ നമ്മുടെ ഇല്ലത്തെ പുരുഷന്മാരെയൊക്കെ..." ഭാർഗവി കരയുന്നു. ശ്രീദേവി വിറച്ച സ്വരത്തിൽ, "എന്തിനാണവരിങ്ങനെ ചെയ്യുന്നത്? എന്ത് പിഴച്ചു? അച്ഛനും ജ്യേഷ്ഠന്മാരും എവിടെ പോയി?" പെട്ടെന്ന് മുറിയുടെ വാതിൽ തകർക്കപ്പെടുന്നു. രക്തം പുരണ്ട വാളുമായി പടത്തലവൻ അകത്തേക്ക് വരുന്നു. പടത്തലവൻ, "മംഗലശ്ശേരിയുടെ അഹങ്കാരം ഇന്ന് തീരും. നിന്റെ അച്ഛൻ പണ്ട് വിശന്നു വന്നവരോട് കാണിച്ച ആ ഔദാര്യമുണ്ടല്ലോ, അതിന് പകരം ചോദിക്കാനാണ് ഞങ്ങളുടെ തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്നത്." ശ്രീദേവി കരഞ്ഞുകൊണ്ട് കൈകൂപ്പി, "അങ്ങുന്നേ, അടിയങ്ങളെ ഉപദ്രവിക്കരുത്. വേണ്ട സ്വത്തെല്ലാം എടുത്തോളൂ, ഞങ്ങളുടെ ജീവൻ മാത്രം." പടത്തലവൻ, "ഈ ഇല്ലത്തെ ഓരോ തറവാടിത്തവും ഇന്നും മണ്ണടിയും. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. പുളിക്കൽ ചെമ്പകശ്ശേരിയുടെ അധികാരം എന്താണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ." പടയാളികൾ ഇല്ലത്തെ വിലപിടിപ്പുള്ള സ്വർണവും വെള്ളിയും കവർന്നെടുത്തു. ശ്രീദേവിയുടെയും ഭാർഗവിയുടെയും നിലവിളികൾ ആ വലിയ മാളികയ്ക്കുള്ളിൽ മാറ്റൊലി കൊണ്ടു. തങ്ങളുടെ പ്രതാപം മണ്ണടിയുന്നത് നോക്കി നിൽക്കാനല്ലാതെ അവർക്ക് മറ്റൊന്നിനും കഴിഞ്ഞില്ല. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചെമ്പകശ്ശേരി ഉണ്ണി നമ്പൂതിരി ഒരു തന്ത്രവുമായി തെക്കുംകൂർ രാജാവിന്റെ രാജസദസ്സിലെത്തി. രാജാവ് സിംഹാസനത്തിലിരിക്കുന്നു. മന്ത്രി പുതിയിടത്തിൽ ഉണ്ണിയാതിരി സമീപത്തുണ്ട്. ഉണ്ണി രാജസദസ്സിലേക്ക് പ്രവേശിച്ചു. അവൻ കുറച്ചുകൂടി പ്രസന്നനും ആത്മവിശ്വാസനുമായി കാണപ്പെടുന്നു. ഉണ്ണി വിനയത്തോടെ, "മഹാരാജാവേ, അടിയൻ പുളിക്കൽ ചെമ്പകശ്ശേരി ഇല്ലത്തിലെ ഉണ്ണി. ദാരിദ്ര്യം കാരണം എൻ്റെ ഇല്ലം ക്ഷയിച്ചു. എനിക്കും എൻ്റെ അമ്മയ്ക്കും സ്വന്തമായി ഒരിടം ഇല്ല. ഒരു പുലയിടം വിലയ്ക്ക് വാങ്ങാൻ എനിക്ക് സ്വത്തില്ല. അങ്ങ് കനിഞ്ഞ് അടിയനൊരു പുരയിടം ദാനമായി നൽകണം." തെക്കുംകൂർ രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട്, "അപ്പോൾ അങ്ങനെയോ? ഒരു ബ്രഹ്മചാരിയുടെ ദുരവസ്ഥ മാറ്റാൻ നാം തയ്യാറാണ്. ഉണ്ണിക്ക് ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്നത്ര വിസ്താരത്തിൽ ഒരു പുരയിടം നമ്മുടെ രാജ്യത്തിനകത്ത് എവിടെയെങ്കിലും വെട്ടിയെടുക്കാൻ നാം അനുവദിച്ചിരിക്കുന്നു." ഉണ്ണി, "രാജാവേ, അതിനൊരു പ്രമാണം കൂടി നൽകിയാൽ അടിയനൊരു ഉറപ്പ് ലഭിക്കുമല്ലോ." രാജാവ് മന്ത്രിയെ നോക്കുന്നു. രാജാവ്, "മഹാമന്ത്രി, ഒരു നീട്ട് തയ്യാറാക്കുക." മന്ത്രി പുതിയിടത്തിൽ ഉണ്ണിയാതിരി രാജാവിനോട് സ്വകാര്യമായി, "മഹാരാജാവേ, ഈ ഉണ്ണി ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹത്തിന്റെ മുഖലക്ഷണങ്ങൾ അസാധാരണമാണ്. ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്നത്ര സ്ഥലമെന്ന് പറയുമ്പോൾ വാമനന് 3 അടി ഭൂമി കൊടുത്ത മഹാബലിക്ക് പറ്റിയതുപോലെ നമുക്ക് പറ്റിയേക്കും. ഇതിലെന്തോ ചതിയുണ്ടെന്ന് തോന്നുന്നു." രാജാവ് ചിരിച്ചുകൊണ്ട്, "എന്താ മന്ത്രിയെ ഒരു ബ്രഹ്മചാരിയെ പേടിക്കുന്നത്? ഒരു ചെറിയ സ്ഥലം നൽകുന്നതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. നീട്ട് തയ്യാറാക്കുക." മന്ത്രി നിസ്സഹായനായി തലകുനിക്കുന്നു. നീട്ട് തയ്യാറാക്കി രാജാവ് ഒപ്പുവെച്ച് മുദ്രവെച്ച് ഉണ്ണിക്ക് നൽകി. ഉണ്ണി സന്തോഷത്തോടെ രാജാവിനെ വന്ദിച്ച് സന്തോഷത്തോടെ അവിടെ നിന്നും മടങ്ങി. അടുത്ത ദിവസം രാവിലെ ഉണ്ണി ഒരു ഉദവാളുമായി കുമാരനല്ലൂർ പടിഞ്ഞാറ്റും ഭാഗം എന്ന് വിളിക്കപ്പെട്ടിരുന്ന പ്രദേശത്തിന് ചുറ്റും നടന്നു. അവന്റെ കൂടെ നായർ പടയാളികളുമുണ്ട്. അവൻ വാളുകൊണ്ട് ഓരോന്നിനും വെട്ടി അതിരുകൾ നിശ്ചയിച്ചു. അവന്റെ മുഖത്ത് അധികാരത്തിന്റെ ഭാവം. ഉണ്ണി ഉറക്കെ, "ഈ ഉടവാളുകൊണ്ട് ഞാൻ വെട്ടിയെടുക്കുന്ന ഈ ഭൂമി എൻ്റെ രാജ്യമായിരിക്കും.
ഇതിന് ഉടവാളൂർ എന്ന് ഞാൻ പേരിടുന്നു. പടയാളികൾ: ഉടവാളൂർ, ഉടവാളൂർ. അവൻ വലിയൊരു പ്രദേശം വെട്ടിയെടുക്കുന്നു. രാജാവ് കൊടുത്ത പ്രമാണം അവന്റെ കയ്യിലുണ്ട്. അങ്ങനെ ചെമ്പകശ്ശേരി ഇല്ലം ഒരു രാജകൊട്ടാരവും ഉണ്ണി നമ്പൂതിരി ഒരു രാജപദവിയിലേക്കും ഉയർന്നു. പുതിയ കൊട്ടാരം ഉടവാളൂർ പിൽക്കാലത്ത് കുടമാളൂർ എന്നറിയപ്പെട്ടു. കൊള്ളമുതൽ കൊണ്ട് നിർമ്മിച്ച ആഡംബരപൂർണമായ കൊട്ടാരത്തിൽ ഉണ്ണി നമ്പൂതിരി പുളിക്കൽ ചെമ്പകശ്ശേരി തമ്പുരാൻ എന്ന രാജപദവിയിൽ അമ്മയോടും ഭാര്യ മാതങ്കിയോടുമൊപ്പം സസുഖം അവിടെ വാഴുവാൻ തുടങ്ങി. പ്രാണനാഥ, ഈ കൊട്ടാരം എത്ര മനോഹരമാണ്! ഒരു കാലത്ത് ഇല്ലായ്മയിൽ നിന്ന് അങ്ങ് എങ്ങനെ ഇതിലേക്കെത്തിയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മാതങ്കി, ഇതെന്റെ മാത്രം വിജയമല്ല, എന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ സ്നേഹത്തിന്റെയും ഫലമാണ്. എന്റെ കുഞ്ഞിന് എത്രമാത്രം ബുദ്ധിയും ധൈര്യവുമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഇന്ന് ഈ പുളിക്കൽ ചെമ്പകശ്ശേരി ഒരു രാജ്യമായിരിക്കുന്നു. അമ്മേ, ഇത് തുടക്കം മാത്രം. എന്റെ രാജ്യം കൂടുതൽ വളരും. ഈ വേമ്പനാട്ട് കായലിന്റെ പടിഞ്ഞാറേക്കരയായ അമ്പലപ്പുഴയും എന്റെ അധീനതയിലാകും. അങ്ങനെ ഏതാനും നാളുകൾക്കുള്ളിൽ ചെമ്പകശ്ശേരി തമ്പുരാൻ തന്റെ സൈന്യത്തോടൊപ്പം കുടമാളൂരിൽ നിന്ന് പുറപ്പെട്ട് ചങ്ങനാശ്ശേരി വഴി കരമാർഗം കുട്ടനാടൻ അതിർത്തികൾ പിന്നിട്ട് അമ്പലപ്പുഴ ലക്ഷ്യമാക്കി നീങ്ങി. അമ്പലപ്പുഴ രാജാവിന്റെ പടയാളികളുമായി ഏറ്റുമുട്ടൽ നടത്തി. ഒടുവിൽ ചെമ്പകശ്ശേരിയുടെ സൈന്യം വിജയിച്ചു. പടത്തലവൻ ചെമ്പകശ്ശേരി തമ്പുരാനോട്, മഹാരാജാവേ, അമ്പലപ്പുഴ നമ്മുടെ അധീനതയിലാക്കിയിരിക്കുന്നു. നന്നായി, അമ്പലപ്പുഴ നമ്മുടെ പുതിയ രാജധാനിയായിരിക്കും. എല്ലാം നേടിയ ഭാവത്തിൽ ചെമ്പകശ്ശേരി തമ്പുരാൻ അത്യുഗ്രമായി ചിരിച്ചു. അതേസമയം കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ഒരു യോഗം നടക്കുകയായിരുന്നു. ഊരാൺമക്കാരായ നമ്പൂതിരിമാർ ഒരുമിച്ചിരിക്കുന്നു. അവരുടെ മുഖത്ത് ദേഷ്യവും വിഷാദവുമുണ്ട്. ശ്രീദേവിയുടെ അമ്മാവൻ മാധവൻ നമ്പൂതിരി അവരോടൊപ്പമുണ്ട്. മാധവൻ: നമ്മുടെ ഇല്ലങ്ങളിൽ കടന്നുകയറി കൊള്ളയടിക്കുകയും നമ്മുടെ സഹോദരങ്ങളെ കൊല്ലുകയും ചെയ്ത ആ ചെമ്പകശ്ശേരിയെ ഒരു രാജാവായി അംഗീകരിക്കാൻ നമുക്കാകുമോ? അവൻ ചെയ്തത് മഹാപാപമാണ്. ഒന്നാം ഊരാൺമൻ നമ്പൂതിരി: അവൻ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഊരാൺമക്കാരിൽ ഒരാളായിരുന്നു. നമ്മുടെ സ്വന്തം ഇല്ലക്കാരെയാണ് അവൻ കൊലപ്പെടുത്തിയത്. അവനെ മേലാൽ ഈ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കരുത്. രണ്ടാം ഊരാൺമ നമ്പൂതിരി: അവൻ ഈ ക്ഷേത്രത്തിന്റെ ഊരാൺമ സ്ഥാനത്തിന് യോഗ്യനല്ല. അവന്റെ ഊരാൺമ സ്ഥാനം നമ്മൾ റദ്ദാക്കുന്നു. ആ രാത്രി ക്ഷേത്രത്തിനു പുറത്ത് വടക്കേ നടയിൽ ചെമ്പകശ്ശേരി രാജാവിന്റെ അധീനതയിലുള്ള പുളിക്കൽ മഠം അവർ അഗ്നിക്കിരയാക്കി. ശ്രീദേവിയും ഭാർഗവിയും ദൂരെ നിന്ന് ഇതെല്ലാം കാണുകയായിരുന്നു, കണ്ണീരോടെ. അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ എല്ലാം ചെയ്തത്? ഒരുപാട് പേരുടെ കണ്ണീരിന് അവൻ കാരണമായി. ഈശ്വരൻ ഒരിക്കലും ഇത് പൊറുക്കില്ല. അവൻ രാജാവായെങ്കിലും അവന് ശാപം കിട്ടും. ബ്രാഹ്മണരെ ദ്രോഹിച്ചതിന് അവൻ അനുഭവിക്കും. ആ ശാപം ചെമ്പകശ്ശേരി കൊട്ടാരത്തിന് മുകളിൽ വന്നു പതിച്ചു. ചെമ്പകശ്ശേരി തമ്പുരാൻ വലിയ മാനസിക പ്രയാസങ്ങളിലായിരിക്കുന്നു. രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് സമാധാനമില്ല. കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നു. അദ്ദേഹത്തിന് രോഗങ്ങൾ പിടിപെടാൻ തുടങ്ങുന്നു. മാതങ്കിയും അന്തർജനവും വിഷമിച്ചിരിക്കുന്നു. പ്രാണനാഥ, എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ദിവസവും ഓരോ അനർത്ഥങ്ങൾ. മക്കൾക്ക് രോഗങ്ങൾ, രാജ്യത്ത് പ്രശ്നങ്ങൾ. അങ്ങയുടെ മുഖത്തും സമാധാനമില്ല. മാതങ്കി, എനിക്കറിയാം, ഇതെന്റെ പാപങ്ങളുടെ ഫലമാണ്. കുമാരനല്ലൂർ ഭഗവതിയുടെ അനിഷ്ടം എന്നെ വേട്ടയാടുന്നു. മകനെ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ബ്രഹ്മശാപം ഏറ്റുവാങ്ങരുതെന്ന്. ഇനി എന്തു ചെയ്യും? ചെമ്പകശ്ശേരി തമ്പുരാൻ: ഞാനൊരു പ്രശ്നം വെപ്പിച്ചു. കുമാരനല്ലൂർ നടയിൽ വിളിച്ചു പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യണം. ഒരാനയെ നടക്കിരുത്തുകയും വേണം. അങ്ങനെയല്ലാതെ എനിക്ക് സമാധാനം ലഭിക്കില്ല. അടുത്ത ദിവസം തന്നെ ചെമ്പകശ്ശേരി തമ്പുരാൻ കുമാരനല്ലൂർ ക്ഷേത്രത്തിലേക്ക് യാത്രയായി. അവന്റെ കൂടെ മാതങ്കിയും പടയാളികളുമുണ്ട്. അവരൊരാനയെയും കൊണ്ടാണ് വരുന്നത്. ക്ഷേത്രത്തിന്റെ മതിലിനു പുറത്ത് അവരെത്തി. ക്ഷേത്രത്തിന്റെ വാതിൽ അടച്ചിട്ടിരിക്കുന്നു. ഊരാൺമക്കാർ അകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീദേവിയും ഭാർഗവിയും ദൂരെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. ചെമ്പകശ്ശേരി തമ്പുരാൻ ക്ഷമ ചോദിക്കുന്ന ഭാവത്തിൽ: ഊരാൺമക്കാരെ, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കണം. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ഒന്നാം ഊരാൺമ നമ്പൂതിരി അകത്തുനിന്ന്: നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് ഈ ക്ഷേത്രം മതിയകത്ത് കടന്ന് പ്രായശ്ചിത്തം ചെയ്യാൻ നിങ്ങൾക്ക് അർഹതയില്ല. നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. ശ്രീദേവി ഭാർഗവിയോട്: കണ്ടോ ഭാർഗവി, ഒരു കാലത്ത് ദാരിദ്ര്യത്തിൽ ഒരുവനായിരുന്ന അയാൾ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം നേടിയെങ്കിലും ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ മതിലിനു പുറത്തു നിൽക്കുന്നു. ഈശ്വരൻ എല്ലാത്തിനും സാക്ഷിയാണ്. അതെ, ആർക്കും ആരെയും വഞ്ചിക്കാൻ കഴിയില്ല. ചെമ്പകശ്ശേരി തമ്പുരാൻ നിസ്സഹായനായി മതിലിനു പുറത്തുനിന്ന് പ്രായശ്ചിത്തം ചെയ്യുന്നു. ഒരു പൊന്നിൻ തലക്കെട്ട് ആനയെ അണിയിച്ച് മതിലിനകത്തേക്ക് അഴിച്ചുവിട്ടു.
ചെമ്പകശ്ശേരി തമ്പുരാൻ കണ്ണീരോടെ ഭഗവതി എന്നോട് പൊറുക്കണേ പ്രാർത്ഥനയോടെ ചെമ്പകശ്ശേരി തമ്പുരാൻ കുടമാളൂരിലേക്ക് തിരിച്ചുപോയി. ആന ക്ഷേത്രമതിലകത്ത് കടന്നു ചെന്നു. കുമാരനല്ലൂർ ക്ഷേത്രഭണ്ഡാരത്തിൽ ചെമ്പകശ്ശേരി വക എന്നു പേരെഴുതിയ പൊന്നിൻ തലക്കെട്ട് ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. ചെമ്പകശ്ശേരി തമ്പുരാൻ ഒരുപാട് സമ്പാദിച്ചു, ഒരു രാജ്യത്തിന്റെ അധിപനായി. എന്നാൽ പാപങ്ങളുടെ ഭാരം അദ്ദേഹത്തിന് സമാധാനം നൽകിയില്ല. ബ്രഹ്മശാപവും ഭഗവതിയുടെ അനിഷ്ടവും അദ്ദേഹത്തെ വേട്ടയാടി. ഇന്ന് ആ ചെമ്പകശ്ശേരിയുടെ ഓർമ്മയായി ഈ പൊന്നിൻ തലക്കെട്ട് കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ വിഷുവിന് കണിവെക്കാനും ഉത്സവങ്ങൾക്കും പുറത്തെടുക്കാറുണ്ട്. അങ്ങനെ 4-5 തലമുറ കഴിഞ്ഞതോടെ അമ്പലപ്പുഴ രാജ്യം തിരുവിതാംകൂറിന്റെ നിയന്ത്രണത്തിലായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി.